നമുക്ക് വീട് പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണരുത് എന്നുള്ള ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഗേറ്റ് കയറി വരുമ്പോൾ നടുക്കെത്തുമ്പോൾ കാർ പോർച്ചും ചെറിയൊരു പകുതി വിഷ്വൽ, അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ അടുത്ത വിഷ്വൽ, പിന്നെ ഇവിടെ എത്തിയാലാണ് വീട് കംപ്ലീറ്റ്ലി ലെങ്ത് ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവാൻ പാടുള്ളൂ. അതുകൊണ്ട് ഒരു ഒളിപ്പിച്ച് വെച്ച വീടുമാതിരി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ശ്രമിച്ചത്. വളരെ തിക്കായിട്ടാ ഇവിടുത്തെ ചെടികളെല്ലാം വളർന്നു നിൽക്കുന്നത്. ചെത്തിപ്പൂവൊക്കെ ഉണ്ട്. ചെത്തിയുണ്ട്. പിന്നെ ആ സൈഡിൽ എലിക്കോണിയ വെച്ചു ഫ്രണ്ടില്. നന്നായിട്ട് നോക്കുന്നതിന്റെ ഒരു സന്തോഷം ആ ചെടികൾക്കും ഉണ്ട്. തേക്കിന്റെയും ചെറിയ ചെറിയ പീസസ് ഉണ്ടാവുമല്ലോ, ഇത് മൊത്തം പീസുകളാ. പുറത്തുനിന്ന് കാണുമ്പോൾ വീട് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നരുത്. ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 4 വർഷങ്ങൾക്ക് ഇപ്പുറം വീട് വളരെ ഫ്രഷായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവർ എത്രത്തോളം ഈ വീടിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. വീട് പണിതാൽ മാത്രം പോരാ, വീടിനെ പരിപാലിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്നാണ് ജിതേഷ് ചേട്ടൻ കുടുംബം പ്രൂവ് ചെയ്തു വെച്ചിരിക്കുന്നത്. മഴയത്ത് കാണാൻ ഭംഗിയുള്ള ചില വീടുകളുണ്ട്. കുറച്ച് ഗ്രീനറി ഒക്കെ നിറഞ്ഞ് മനോഹരമായിട്ടുള്ളൊരു വീട്. ശ്രീലക്ഷ്മി എന്നാണ് ഈ വീടിന്റെ പേര്. ഇത് ജിതേഷ് ചേട്ടൻ നമസ്കാരം. ജിതേഷ് ചേട്ടന്റെയും കുടുംബത്തിന്റെയും വീടാണ് അല്ലേ? തീർച്ചയായും. എത്ര നാളായി? 4 വർഷം ഈ വീട് പണിയെടുക്കുന്നു പറഞ്ഞു അല്ലേ? 4 വർഷം. ഇത് കാണുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം തോന്നുന്ന അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള വീടാണ്. കുറേ പച്ചപ്പ് അല്ലേ, ഇഷ്ടംപോലെ ഗ്രീനറി, പിന്നെ ഒരു മാവ് ആ സൈഡിൽ വന്നിരിക്കുന്നു. ഒരു ട്രഡീഷണൽ ലുക്ക് തോന്നും പുറമേ നോക്കുമ്പോൾ അല്ലേ? ജിതേഷ് ചേട്ടന്റെ വീടിനെ പറ്റിയിട്ട് ഒരു ഇൻട്രോ പറ. നമ്മളത് 32 സെന്റ് ലാൻഡ് ആയിരുന്നു. എന്റെ ആഗ്രഹം അപ്സ്റ്റെയർ ഇല്ലാത്തൊരു വീട് പണിയണം എന്നായിരുന്നു. സിംഗിൾ സ്റ്റോറി വീട്. പക്ഷെ ഞാൻ അത് വർക്കൗട്ട് ചെയ്ത് വന്നപ്പം സ്ഥലം തികയാതെ വന്നു. അപ്പം പിന്നെ അപ്സ്റ്റെയർ ആയിക്കോട്ടെ എന്നുള്ളൊരു ഐഡിയ വന്നു. അതാണ് ഈ ലുക്ക് വരാൻ കാരണം. അതെ, അല്ലെങ്കിൽ കുറച്ച് അറിയാലോ, അപ്സ്റ്റെയറിലെ വീട് വേറൊരു ലുക്കാണല്ലോ വരിക. ഈ കാണുന്ന ലുക്കല്ല ഉള്ളിക്കറവ് മാറി. ഇവിടുത്തെ ഒരു ഭയങ്കര ട്രോപ്പിക്കൽ ലുക്ക് തോന്നുമെങ്കിൽ അകത്ത് കുറച്ചുകൂടി ഒരു മോഡേൺ സെറ്റപ്പിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ചെയ്തെന്നാണ് വിശ്വാസം. വിശ്വാസമല്ല, നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് ഒന്ന് നോക്കാം. നല്ല രസമുള്ള ഇത് പേൾ ഗ്രാസ് ആണെന്ന് തോന്നുന്നു. അത് പേൾ ഗ്രാസ് ചെയ്തു. പിന്നെ അത്യാവശ്യം ഒരു കലാത്തിയ പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. വളരെ തിക്കായിട്ടാ ഇവിടുത്തെ ചെടികളെല്ലാം വളർന്നു നിൽക്കുന്നത്. ചെത്തിപ്പൂവൊക്കെ ഉണ്ട്. ചെത്തിയുണ്ട്. പിന്നെ ആ സൈഡിൽ എലിക്കോണിയ വെച്ചു ഫ്രണ്ടില്. നന്നായിട്ട് നോക്കുന്നതിന്റെ ഒരു സന്തോഷം ആ ചെടികൾക്കും ഉണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആ പച്ചപ്പ് നിറഞ്ഞ ശ്രീലക്ഷ്മി വീട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. ആ സ്ഥലത്താണ് കാർ പോർച്ച് വരുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്ന ഭാഗത്ത് തന്നെ ഇരുവശത്തും നിറയെ ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതെന്ത് ചെടിയാണത്? നമ്മളെ മന്ദാരം ചെമ്പകല്ലേ, ചെമ്പകത്തിന്റെ ഒരു വൈറ്റിഷ് ഉണ്ടല്ലോ, അതാണത്. രണ്ട് വശത്തും അത് ചെറിയൊരു പിങ്ക് ഉണ്ട്. അതിന് വൈറ്റും പിങ്കും കൂടെ ഇടകലർന്നതാണ്. ജിതേഷ് ചേട്ടൻ ഇത്ര ചെടികളിലൊക്കെ താല്പര്യമുള്ള ആദ്യം എനിക്ക് ചെടീനോടൊക്കെ കുറച്ച് താല്പര്യമുള്ള ആളാണ്. എത്ര സ്ക്വയർ ഫീറ്റ് വീട് വരുന്നത്? അറൗണ്ട് ഒരു 6000 മിനിമം ഉണ്ടാവും. 5 ബെഡ്റൂമാണ് വരുന്നത് അല്ലേ? 5 ബെഡ്റൂം. താഴെ എത്ര ബെഡ്റൂമാണ്? താഴെ 3 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം. ജിതേഷ് ചേട്ടൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഞാൻ, വൈഫ്, മകള് ഇവിടെ ഇല്ല, പുറത്താണ്, ബാംഗ്ലൂരാണ്, അവിടെ ജോലിയായി. എൻ്റെ അമ്മ ഉണ്ട്. ഇത്രേ ഉള്ളൂ നമ്മൾ. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്കോ സ്റ്റുഡിയോ ആണ് ഈ വീട് ചെയ്തത് അല്ലേ? തീർച്ചയായിട്ടും. ക്രിസ്റ്റോ ആർക്കിടെക്ട് ക്രിസ്റ്റോ ആണ് ഈ വീട് ചെയ്തിരുന്നത്. ക്രിസ്റ്റോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരുന്നു, ഇപ്പൊ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടായി. ഓ ശരി. അപ്പൊ നമ്മൾ വല്ല വീട്ടിലേക്ക് കയറാം. വീട്ടിലോട്ട് കയറുമ്പോഴത്തേക്കും കുറച്ച് ഇതുവരെ കാണാത്ത കുറച്ച് സ്റ്റൈലുകൾ നമ്മൾ കണ്ടു. ഇപ്പൊ ഈ സ്ലോപ്പ് റൂഫിംഗ് കൊടുത്തിരിക്കുന്ന താഴെ ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഗ്ലാസ് ചെയ്തിരിക്കുന്നത്? കുറച്ച് വെളിച്ചത്തിന്റെ തന്നെയാണോ? വെളിച്ചത്തിന് വേണ്ടിയിട്ടുമാണ്. പിന്നെ നമ്മൾ മഴയൊന്നും പാറാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതൊരു ഡബിൾ ഹൈറ്റിലാണല്ലോ കൊടുത്തിരിക്കുന്നത്. അതെ അതെ. അപ്പം അത് ചരിഞ്ഞ് വരുമ്പോ, റൂഫ് വരുമ്പോ കുറച്ച് ഭംഗി കിട്ടണം. കാറ്റടിക്കരുത്, മഴപ്പാറിലൊന്നും ഇങ്ങോട്ട് വരില്ല, ഉള്ളോട്ട് വരാതിരിക്കാൻ സ്പേസ് ഉണ്ട്. അവിടെ വരെ മഴ വന്ന് ഉള്ളോട്ട് വരില്ല. വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറി. സിറ്റ് ഔട്ടിലോട്ട് കയറിപ്പോണ്ട് ജിതേഷ് ചേട്ടന്റെ പാതി ഭാഗം കൊടുത്തിട്ടുണ്ട്. മിനി ചേച്ചി നമസ്കാരം, ഒരു ഹായ് പറഞ്ഞു. ഇപ്പൊ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഏരിയ ആണ്. വലിയ ഏരിയ, ചെറിയ ഡബിൾ ഹൈറ്റിന് അടുത്ത് ഹൈറ്റ് വരുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പാറ്റേണുകളൊക്കെ കൊള്ളാം. എന്ത് മെറ്റീരിയലൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നത്? തേക്കൊണ്ടാണ് ഉപയോഗിച്ചത്. ഇത് ടീക്കാണോ? അത് തേക്കാണ്. വുഡുകൾ കംപ്ലീറ്റ് തേക്കാണ്. പിന്നെ കുറച്ച് ഭാഗം പ്ലൈവുഡും ട്രോജന്റെ സിഗ്നേച്ചർ നല്ല ഫ്ലൈ ഉപയോഗിച്ചിട്ട്
തേക്കിന്റെ വെനീർ ഉപയോഗിച്ചു. വെനീർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വുഡൻ ഫീലിംഗ് മൊത്തം വീട്ടിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പിഞ്ചു ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ആടാൻ പോകുന്നു എൻ്റെ വൈഫ്. ആദ്യം ഊഞ്ഞാൽ കണ്ടാൽ അവിടെ കയറിയിരിക്കും, അതാണ് ശീലം. അപ്പം മാരാരുടെ തട്ട് കൊള്ളാം. ഇത് നല്ലൊരു തേക്കില ചെയ്ത് അങ്ങ് ലോങ് വ്യൂ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അതിന്റെ ബാക്കിലാണ് ഒരു ഷൂ റാക്കും ഒരു സിറ്റിംഗ് സ്പേസും ആക്കി നമ്മളൊരു ഷൂ റാക്കും ഉപയോഗിക്കുക. ഒരു സിറ്റിംഗ് സ്പേസ് വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യാന്നുള്ള രീതിയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. നേരെ പോർച്ചിലേക്ക് ഇറങ്ങി പോവാം, വണ്ടി എടുത്ത് പോവാം, അങ്ങനെ പോവാം, ഇങ്ങനെ വരാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പോവാം, അങ്ങനെ പോവാം. ഫ്രണ്ടിൽ കൂടെ വരാം. നല്ല മുറ്റമുണ്ട്, അതുകൊണ്ട് മുറ്റത്ത് ഇഷ്ടംപോലെ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കൊള്ളാം കേട്ടോ. അപ്പോൾ നമ്മൾ വീടിന്റെ അകത്തളത്തിലേക്ക് കയറുകയാണ്. ശ്രീലക്ഷ്മി വന്ന് കയറിയ ശ്രീലക്ഷ്മിയുടെ അല്ലേ. നേരെ കയറുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാൾ കാണാൻ പറ്റും അല്ലേ. ഇതിങ്ങനെ ഹൈറ്റിൽ അങ്ങനെയൊക്കെ പോയേക്കാം. ഇതൊരു ബോർഡാണെന്ന് തോന്നുന്നല്ലോ. അത് ഫ്ലൈയിൽ നമ്മള് തേക്കിന്റെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവുമല്ലോ. ഇത് മൊത്തം പീസുകളാ പീസ് വെച്ചാൽ ഒരു ഷീറ്റായിട്ട് വരുന്നതാണ്. അത് നമ്മുടെ ഒരു ഷീറ്റ് വരും. ഓക്കെ. അത് നമ്മൾ അതിൽ ഫിക്സ് ചെയ്തിട്ട്. നിങ്ങൾ തന്നെ ചെയ്തതാണോ? എല്ലാം നിങ്ങൾ തന്നെ ചെയ്തതാണ്. എങ്കിലും ആർക്കിടെക്ട് പറഞ്ഞതാണ്, നമുക്ക് അവരാണുള്ള വ്യൂ. അവരുടെ നിർദ്ദേശപ്രകാരം, ക്രിസ്റ്റോന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഇവിടുന്ന് ഈ വഴി രണ്ടായിട്ട് പിരിയുകയാണ്. ഒന്ന് നമുക്ക് കിച്ചൺ ഡൈനിങ് സ്പേസിലേക്കും, ഒന്ന് നമ്മുടെ ലിവിംഗ് സ്പേസിലേക്കും പോകണം. നമുക്ക് ആദ്യം ലിവിംഗ് സ്പേസിലേക്ക് പോകാം. ഈ ലിവിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാൻഡ്സ്കേപ്പുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ സീറ്റിംഗ് സോഫകളെല്ലാം വന്നിരിക്കുന്നു. ഒരു ടേബിൾ വളരെ രസകരമായിട്ട് താഴ്ന്നിട്ടുള്ള ലെവലിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഒരുപാട് വുഡൻ പാനലിംഗ് അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മളത് 2-3 ലെയറായിട്ടാണ് വീട് ചെയ്തത്. ഇതൊരു ലെയറായിട്ട് ലിവിംഗ് സ്പേസ്, പിന്നെ ഇത് അതേ ഒരു കുറച്ച് താന്നിട്ട് അവിടെ ഡൈനിങ് ഏരിയ ഒരു ഡബിൾ ഹൈറ്റിനെക്കാട്ടിലും ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഓരോ സെപ്പറേഷൻ ആയിട്ടാണ് ചെയ്തത്. ഇത് വലിയൊരു ഏരിയ, കാണുമ്പോൾ 2 സ്ഥലമാണെന്ന് തോന്നുമെങ്കിലും പക്ഷെ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റ സ്പേസ് ആണ്. പുറത്തുനിന്ന് കാണുമ്പോൾ വീട് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നരുത്. ഇത് ഒരുപാട് പാർട്ടീഷൻ ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. എനിക്ക് ആ കെട്ടിയടഞ്ഞ വീടുകൾ താല്പര്യമില്ല. ഈ കെട്ടിയുടെ ഭാഗ്യം കൊണ്ടുവരുന്ന. അതെ, അതാണ് ശ്രീലക്ഷ്മി പേരിട്ടിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് ഇത് ഓപ്പൺ സ്പേസ് ആണ്. നേരെ അങ്ങേയറ്റം ഓപ്പോസിറ്റ് ഓപ്പൺ സ്പേസ് ആണ്. അപ്പം അതും കൂടെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ വായുസഞ്ചാരം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും നടക്കുന്ന ഒരു സ്ഥലമാണ്. ഗ്ലാസ് ആണ് മുകളിൽ, ഗ്ലാസ് കൊടുത്തു. സോ നാച്ചുറൽ ലൈറ്റ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ചെറിയൊരു കോട്ടയാട് ചെയ്തു. കോട്ടയാടാണ് കേട്ടോ. കോട്ടയാടിൻ്റെ അപ്പുറത്തോട്ട് ഒരു ലൂവർ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ മറ്റേ ബാമ്പു എല്ലാം ഗോൾഡൻ ബാമ്പു ചെയ്തു. ഈ ഫ്ലോറൊക്കെ ഇത് തേക്കാണ്. ഇതും ടീക്കാണോ? ഇത് തീക്ക പക്ക കട്ടിയുള്ള തേക്ക് കൊണ്ട് നമ്മള് ഇതില് റാഡ് കൊടുത്തു. അതിന് തേക്ക് കംപ്ലീറ്റ് കവർ ചെയ്തു. ഇത് ക്ലോസ് ചെയ്തിടാൻ പറ്റും. ഈ ഏരിയ മുഴുവൻ ക്ലോസ് ചെയ്യാനുണ്ട്. നമ്മൾ ഫോൾഡർ രാത്രി ആയിട്ടുണ്ടെങ്കിൽ നമ്മള് ഫോൾഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കും. ഇങ്ങനത്തെ ഒരു ഫോൾഡബിൾ ഡോറാണ് വരുന്നത് കേട്ടോ. ക്ലോസ് ചെയ്യാം നമുക്ക്. ഇങ്ങോട്ട് ഏരിയ മൊത്തം ക്ലോസ് ആയി. അപ്പം നമുക്ക് കിച്ചണിൻ്റെ ആ സൈഡിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് സ്ഥലം കാണാനുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് പ്രൈവറ്റ് ലിവിംഗ് സ്പേസ് ആണ്, ഫാമിലി ലിവിംഗ് സ്പേസ് ആണ്. എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ. ഇവിടെയാണ് നമ്മുടെ TV യൂണിറ്റ് എല്ലാം വന്നിരിക്കുന്നത് അല്ലേ. കൊള്ളാം. കുറച്ചുകൂടി എക്സ്ട്രീം പ്രൈവസി കിട്ടുന്ന രീതിയിലാണ്. നേരെ വീടിൻ്റെ ഓപ്പോസിറ്റ് പുറകുവശത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടേതായിട്ടൊരു സ്പേസ് അവിടെ കിട്ടി. നല്ല മനോഹരമായിട്ടുള്ള ഇടമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പഴയ വീടിൻ്റെ ഒക്കെ ഉമ്മറം എന്നൊക്കെ പറയുന്ന പോലെ, പിന്നാമ്പുറം എന്നൊക്കെ പറയുന്ന പോലെ ട്രഡീഷണൽ വീടിൻ്റെ ലുക്കിലേക്ക് കൊണ്ടുപോയതാ. ബാക്കിൽ ഇവിടെ ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ഇതാണ് TV യൂണിറ്റ് സ്പേസ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഈ ഫ്ലോറിംഗ് തന്നെയാണ്. ഫ്ലോറിംഗ് നമ്മൾ തേക്ക് കൊണ്ട് ചെയ്തു. പീസസ് ഉണ്ട് തേക്ക്. നമ്മൾ വീട് പണിക്ക് കുറച്ച് തേക്ക് ബാലൻസ് വരുമല്ലോ, അപ്പം നമ്മളത് പീസസ് ആക്കി വെച്ചിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് സ്ഥലത്ത് കണ്ടു കേട്ടോ. TV യൂണിറ്റ് നമ്മൾ തേക്കിൽ തന്നെ ചെയ്തു. റീപ്പർ വർക്ക് കൊണ്ടുവന്നു. ഇത് അക്രോലിക് ചെയ്തു. ഈ പാനൽ അല്ലേ, അക്രോലിക് ഒട്ടിച്ചു. അപ്പോൾ ഒരു മുറിയുണ്ട്, ആ മുറിയിലേക്ക് പോവാം. നല്ലൊരു ബെഡ്റൂം സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതും അതേമാതിരി തേക്കിൽ ചെയ്തു. ഫ്ലോറ് വാർഡ്റൂം ഒക്കെ തന്നെ പ്രോജന്റ് ഫ്ലൈവുഡ് ചെയ്തു. ഇവിടെ 2 ചെയർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ടേബിൾ കൺസോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോട്ട് സ്പേസ് വന്നിരിക്കുന്നു. അതിന്റെ ഈ ഹെഡ് ബോർഡിന്റെ ബാക്കിൽ വരുന്ന ഈ ഒരു പാനലിങ് അതും നമ്മൾ ചെയ്തത് തേക്കിന്റെ വെനീർ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. 2 സൈഡ് ടേബിളുകൾ വന്നിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ വന്നിരിക്കുന്നത്. ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ കൊടുത്തു. ഇവിടെയാണ് സ്റ്റഡി ടേബിൾ വന്നിരിക്കുന്നത്. അതിനപ്പുറത്തോട്ടാണ് നമ്മുടെ വാക്കിംഗ് വാർഡ്റൂമും ടോയ്ലറ്റും എല്ലാം വന്നിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പരന്ന വെളിച്ചം വേണം, അത് ഇഷ്ടമില്ല. ഇപ്പൊ പുതിയ ട്രെൻഡ് കാണുന്നത് എന്താ വെച്ചാല്, ഒരു വീടുണ്ടാവും, അത് നിറച്ചു എന്താ പറയാ ലൈറ്റുകൾ, പലർക്കും പല ഇഷ്ടങ്ങളാണ്, നിറച്ചു ലൈറ്റ്സ് ആയിരിക്കും.
അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ശരിക്കും. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ കിച്ചൺ സ്പേസിലേക്ക് പോകണം. അതാണ് സ്റ്റെയർ വരുന്നത്. അത് ഈ ഒരു സ്പേസിന്റെ ബാക്കിലായിട്ട് ഒരു ഹിഡൻ സ്പേസ് പോലെ തോന്നുന്നു. സ്റ്റെയർ ഉണ്ടെന്ന് മനസ്സിലാവില്ല. അതിന് മുകളിൽ താഴേക്ക് നോക്കാൻ പറ്റും. അതേ പാറ്റേൺ എവിടെയും കൊണ്ടുവന്നു. ഒരു വാച്ച് ടവർ മോഡലാണ് താഴേക്ക് മൊത്തം കാണാൻ. കുറച്ച് സ്പേസ് ഉണ്ട്. ഇത് നമ്മുടെ ടാറ്റേന്റെ ഫ്രെയിമാണ് വാങ്ങിയത് കംപ്ലീറ്റ്. ടാറ്റേന്റെ ഫ്രെയിം അടിച്ചിട്ട് അതിൽ ഫ്ലൈ അപ്ലൈ ചെയ്തു. പിന്നെ അതിന്റെ മുകളിൽ നമ്മള് തേക്ക് ഉപയോഗിച്ചു അല്ലേ. സ്റ്റെയർ നമ്മള് ആദ്യമേ വീട് പണിയുന്നതിന്റെ മുൻപ് തന്നെ നമുക്ക് ഇനി ഒരു ധാരണ ഉണ്ടല്ലോ, സ്റ്റെയർ കുറച്ച് വലുതാവണം, അത് തേക്കൊണ്ടാവണം, കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, പണം പോയി പവർ വരട്ടെ. കെയിൻ ആണോ ചെയ്തു. ഇതിങ്ങനെ ഒരു ഏരിയ വരാൻ കാരണം എന്താ വെച്ചാല് ഇതിന്റെ സപ്പോർട്ടീവ് ഉണ്ടല്ലോ, ഈ കണക്റ്റീവ് ആണല്ലോ ഇത്. ഇത് അടിയിലെ ഉള്ളില് നമ്മള് ടാറ്റന്റെ ഫ്രെയിം ഉണ്ട്, വലിയ സ്ട്രെങ്തി ഫ്രെയിം, ലോങ് വരെ ഉണ്ട് മുകളിൽ വരെ. ആ മുകളിൽ വരെ ഫ്രെയിം ഉള്ളത് കൊണ്ട് നമുക്കത് ഒരു വീടിന് ലാസ്റ്റ് പണി കഴിഞ്ഞ ഒരു ബോറായിട്ട് ഫീൽ ചെയ്യുന്നു. സർപ്രേഷൻ വരും വേണം. അന്നപ്പോ അത് എന്താക്കി നമ്മള് തേക്കൊണ്ടത്. വീടിന്റെ നെടുന്തൂണാണിത്. നട്ടല്ലാണ്. അന്നപ്പോ അത് ഒരു ഭംഗിയാക്കി മാറ്റി. വുഡ് മാത്രമല്ല, അതിനുള്ളിൽ സ്റ്റീൽ, ഈ ഫ്രെയിം താങ്ങാനുള്ള സ്റ്റീല്. ഈ ഫ്രെയിം താങ്ങണല്ലോ. അവിടുന്നുള്ള വ്യൂവേ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്യണല്ലോ. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഇരിക്കുകയാണെങ്കിലും പ്രൈവസി വേണമല്ലോ. അവിടെ ഇരിക്കുന്ന ആളെ കാണും വേണം. ഇവിടെ ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നു. ഡൈനിങ് സ്പേസ്, പിന്നെ അവിടേക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാനും നമ്മുടെ കിണറും ഒക്കെ അവിടെ വന്നിരിക്കുന്നത്. കൊള്ളാം. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഹൈറ്റ് ഒന്നുകൂടി കൂടി ഒരു എനിക്ക് ലെവൽ ഡിഫറൻസ്. അത് വേറെ, സെന്ററിൽ വേറെ. അതെ ഒരു 3 ഫീറ്റോളം അതിന് മുകളിൽ ഹൈറ്റ് കൂടി. നല്ല എക്കോയും ഫീൽ ചെയ്യുന്നുണ്ട്. എക്കോ ആർക്കിടെക്ചർ ആണ് ചെയ്തത്, അതുകൊണ്ടായിരിക്കും എക്കോ സ്റ്റുഡിയോ. അപ്പം ഈ ഡൈനിങ് സ്പേസിന്റെ അവിടെ ഒരു പാനൽ ഇത് കൊടുത്തിട്ടുണ്ട്. വുഡൻ ടീക്ക് തന്നെയാ ചെയ്ത്. നേരെ ഓപ്പോസിറ്റ് കിച്ചൺ വരുന്നു. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നു. നല്ല ഹൈറ്റിലാണ് ചെയ്തത്. ഹൈറ്റും നല്ല നീളവും ഉണ്ട് അല്ലേ. 2-3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. ഈ കിച്ചൺ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യും. എന്നാൽ കിച്ചണിന് നല്ല പ്രൊമിനൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് കാണാം. നമുക്ക് ഗ്രീനറി ഒക്കെ ഒന്ന് മനസ്സിലാവണേ. ഗ്രീനറിയും പിന്നെ പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും. വീടിന്റെ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷമൊക്കെ ഒന്ന് മനസ്സിലാവുന്ന രീതിയിലാണ്. നമ്മള് ഗേറ്റ് കയറി ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സെക്കൻഡ് കിച്ചൺ മനസ്സിലാവും. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത്. ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലി മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ഫാമിലി ഇവിടെ തന്നെ കഴിക്കും. പിന്നെ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. ഇവിടെ 2 ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട്. ആകെ മൊത്തം 3 ബെഡ്റൂമാണ് ഉള്ളത്. താഴെ 3 ബെഡ്റൂം. ഇതൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നതാണോ? നമ്മളെ പഴയ തറവാട്ടിലുള്ള പെട്ടികളൊക്കെ നമ്മളൊന്ന് വലിയൊരു തറവാട് ഉണ്ടായിരുന്നല്ലേ? തറവാടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ അംശങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയ അംശങ്ങളുണ്ട്. ഇത് മകളുടെ ബെഡ്റൂം. അത് മകളുടെ ബെഡ്റൂമാണ്. നല്ല സ്പേസ് ചെയ്തിട്ടുണ്ടല്ലോ. അവള് ബാംഗ്ലൂരാണ്. വരുമ്പം ഇവിടെ ആയിരിക്കും. തേക്കിലാണ് ചെയ്തത്. വാർഡ്രോബൊക്കെ ട്രോജന്റെ തന്നെ സിഗ്നേച്ചർ ഫസ്റ്റ് ക്വാളിറ്റി പ്ലൈവുഡ് ഉപയോഗിച്ചു. പിന്നെ ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡ് കൊണ്ടുവന്നു. ഈ പാനലിംഗ് കൊള്ളാലോ. അതെ, കണ്ണിൽ ഒരുപാട് കുത്തും ചെയ്യരുത്, സിമ്പിൾ ആവണം, അങ്ങനെ ചെയ്തു. പിന്നെ ഇപ്പൊ ഒരുപാട് മെറ്റീരിയൽ ഉണ്ടല്ലോ. നമ്മളിപ്പോ 4 വർഷം മുന്നേ ചെയ്യുമ്പോ അന്ന് എന്തായിരുന്നു അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും പുതുമ പോയിട്ടില്ല. പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ് വാർഡ്രോബ് സ്പേസ് വന്നിരിക്കുന്നത്, ബ്രൈറ്റ് ആയിട്ട്. എന്നാൽ വീട് നമുക്ക് വേറെ ശല്യമൊന്നുമില്ല, എക്സ്പോസർ അല്ല. അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു മിറർ വന്നിട്ടുണ്ട്. ഒരു നമ്മുടെ വാക്കിംഗ് വാർഡ്രോബ് സ്പേസ് വന്നിട്ടുണ്ട്. എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ആണ്. എല്ലാ റൂമും 5 റൂമും അറ്റാച്ച്ഡാ. നേരെ ഓപ്പോസിറ്റ് അമ്മ കിടക്കുന്ന മുറി. അമ്മ ആവശ്യപ്പെട്ടത് എന്താ വെച്ചാല്, നമുക്ക് മനസ്സിലായ കാര്യങ്ങള്, അമ്മയ്ക്ക് എപ്പോഴും TV കാണണം. അത് ശരി. പ്രായമാകുന്ന ആളുകളല്ലേ. അപ്പൊ അവരെ സെപ്പറേറ്റ് നമ്മളൊരു TV അമ്മയ്ക്ക് വേണ്ടിയിട്ട് റൂമിൽ സെറ്റാക്കി കൊടുത്തു. TV കണ്ടോട്ടെ വിചാരിച്ചിട്ട്. ടേബിളും കൊള്ളാലോ. ടേബിൾ ഇത് നമ്മളൊക്കെ പഴയ വീടുകളിലെ അമ്മയുടെ ഓർമ്മയായിരിക്കും. അത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഷിഫ്റ്റ് ചെയ്ത്. ഓക്കെ. അവിടെ വന്നിട്ടുണ്ട് അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ടുണ്ട്. ഇതാണ് വാർഡ്രോബ് സ്പേസ് വന്നിരിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള, ഈ വീട്ടിൽ ഏറ്റവും ലളിതമായിട്ടുള്ള മുറി ഇതായിരിക്കും. ലളിതം മതി അമ്മയ്ക്ക്, ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട.
മുകളിലത്തെ നിലയിലേക്ക് കയറി ചെല്ലുന്ന ഫസ്റ്റ് ലാൻഡിംഗ് സ്പേസിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഡൈനിങ് കിച്ചൺ ഏരിയ മുഴുവൻ കാണാൻ പറ്റും. അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിട്ട് പോസിബിൾ ആവും. അത് കഴിഞ്ഞ് നമുക്ക് ഫൈനലായിട്ട് ഏറ്റവും മുകളിലത്തെ ലാൻഡിംഗ് സ്പേസിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഫാമിലി ലിവിങ് സ്പേസ്, ആ കാണുന്ന കോർട്ട്യാർഡ് സ്പേസ് മുഴുവൻ കാണാൻ പറ്റും. വളരെ ഹൈറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഈ സ്പേസ്. മുകളുടെ നിലയിലേക്ക് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നമ്മൾ താഴെ കണ്ടിട്ടുള്ള ആ ലിവിങ് സ്പേസ് പോലെ തന്നെ ഏകദേശം അതേ സ്ട്രക്ചർ വരുന്ന ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ അപ്പർ ലിവിങ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ്ങിനോട് ചേർന്നിട്ടാണ് ഈ വീട്ടിലെ ഏറ്റവും രസകരമായിട്ടുള്ള പോയിന്റ് ഉള്ളത് കേട്ടോ. ഒരു മനോഹരമായ ബാൽക്കണി സ്പേസ്. കുറച്ച് പ്രൈവസി അധികം ആവശ്യമുള്ളവർക്ക് ഒരു ചായ കുടിച്ച് റിലാക്സ് ആയി അല്പം നേരം ഇരിക്കാൻ കഴിയുന്ന വീട്ടിലെ ചില ഇടങ്ങളിലൊന്നാണ് ഈ ബാൽക്കണി സ്പേസ് കേട്ടോ. നമ്മുടെ ഈ ബാൽക്കണിക്കും ഈ അപ്പർ ലിവിങ്ങിനും തൊട്ട് സൈഡ് ചേർന്നിട്ടാണ് മകന്റെ ബെഡ്റൂം വരുന്നത്. താഴത്തെ ബെഡ്റൂമുകളിൽ കണ്ട പോലെ തന്നെ ഒരു വാക്കിംഗ് വാർഡ്രോബും സ്റ്റഡി ഏരിയയും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ലെവലിൽ തന്നെയാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൂടാതെ ഇപ്പുറത്തെ ബെഡ്റൂം വരുമ്പം അതൊരു ഗസ്റ്റ് ബെഡ്റൂമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മിനിമൽ സൗകര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, എന്നാൽ വിശാലമായ ഏരിയ ഇവിടെ ഉണ്ട്. നമ്മൾ വീണ്ടും തിരിച്ച് ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ 4 വർഷം മുമ്പ് കഴിഞ്ഞ ഹൗസ് വാമിങ്ങിന്റെ ഫോട്ടോ ആൽബം വെച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 4 വർഷങ്ങൾക്കിപ്പുറം വീട് വളരെ ഫ്രഷായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവർ എത്രത്തോളം ഈ വീടിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. വീട് പണിതാൽ മാത്രം പോരാ, വീടിനെ പരിപാലിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്നാണ് ജിതേഷ് ചേട്ടനും കുടുംബം പ്രൂവ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ വീട് പണി കഴിപ്പിച്ച ആർക്കിടെക്ട് നമുക്ക് പരിചയപ്പെടാം. ക്രിസ്റ്റോ ബ്രോ, എക്കോ സ്റ്റുഡിയോയുടെ ക്രിസ്റ്റോ ബ്രോ, കൺഗ്രാലേഷൻസ്. മുടുക്കനാണ്, നല്ല അടിപൊളി വീട് തന്നെ പണിത് കൊടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്ന പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ഉള്ള വീട്. താങ്ക് യു. ക്രിസ്റ്റോ ബ്രോ പറയൂ, എന്താണ് ഈ വീടിന്റെ കഥകൾ? ഇവർക്ക് ഈ ട്രഡീഷണൽ സ്റ്റൈൽ വീടുകളോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒരു ചാലഞ്ചാണ്. നമ്മൾ എന്തുണ്ടാക്കിയാലും അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒരു ചാലഞ്ചാണ്. അപ്പം നമ്മൾ മൂപ്പര് ഉദ്ദേശിച്ചതുപോലെ തന്നെ ഫ്രണ്ട് ലുക്കിൽ ഒറ്റ സിംഗിൾ ഫ്ലോർ ആയിട്ടുള്ളൊരു വീടിൻ്റെ ഒരു ഫീലാണ് കൊണ്ടുവന്നത്. ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ വീട് പണിയും ഭയങ്കര ആവേശമായിരിക്കും. അത് വേണം, ഇത് വേണം, അല്ലെങ്കിൽ കുറെ പൂന്തോട്ടം വേണം, ഉള്ളിൽ ചെടി വേണം, പിന്നെ കുറെ എലമെന്റുകളൊക്കെ വെക്കും. പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചിലപ്പം ഈ സംഗതികളൊക്കെ ഉണ്ടാവില്ല, മിക്കവാറും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് പ്രശ്നം. പക്ഷെ ഇവിടേക്ക് വന്നപ്പം ഏകദേശം 4 വർഷങ്ങൾക്ക് ഇപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഈ മുറ്റത്തോട്ട് കയറി നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിമനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നല്ല, വളരെ റിച്ച് ആയിട്ട് ചെടികളൊക്കെ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാത്തിനും ഫംഗ്ഷനുള്ള ഡിസൈനുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല, എല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തു, എല്ലാം പ്ലേസ് ചെയ്തു. അതാണ് നമ്മൾ ഇന്റീരിയർ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ വുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ടച്ച് എപ്പോഴും എല്ലായിടത്തും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ ഫിനിഷസിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നതെല്ലാം എന്താ പറയുക, ഈസി ടു മെയിൻറ്റെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 വർഷം കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ജിതേഷ് ചേട്ടൻ നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണുമ്പോഴും ഒരുപാട് സന്തോഷം. എക്കോ സ്റ്റുഡിയോ അല്ലേ? എവിടെയാണ് എക്കോ സ്റ്റുഡിയോയുടെ ഓഫീസ് വരുന്നത്? കണ്ണൂരാണ്. കണ്ണൂർ. ഇരട്ടിക്കാരനാണല്ലേ? ഇരട്ടിക്കാരനാണ്. ഓക്കെ ഓക്കെ. ഓൾ കേരള വർക്ക് ചെയ്യുമോ അതോ? ഓൾ കേരള ഉണ്ട്, നമുക്ക് ഡൽഹിയിലുണ്ട്, കർണാടകത്തിലുണ്ട്. ട്രോപ്പിക്കൽ വീടുകൾ മാത്രമേ ചെയ്യുള്ളൂ? അല്ല, നമുക്ക് എല്ലാത്തരം പ്രോജക്റ്റുകളുണ്ട്. സ്കൂൾ പ്രോജക്റ്റുകളുണ്ട്, ഓഫീസ് പ്രോജക്റ്റുകളുണ്ട്, കൊമേഴ്ഷ്യൽ ഉണ്ട്, റിസോർട്ട് ഉണ്ട്. അടിപൊളി അടിപൊളി നന്നായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ എക്കോ സ്റ്റുഡിയോ ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. ഇതുപോലത്തെ മനോഹരമായ വീടുകളൊക്കെ പണിയാം. ഗംഭീര വീട്. കൺഗ്രാലേഷൻസ് ബ്രോ. ഉഷാറായിട്ട് കേട്ടോ. താങ്ക് യു. മുടുക്കൻ. അപ്പോൾ എന്തായാലും നല്ല വീട്, വളരെ ഇഷ്ടപ്പെട്ടു ചെയ്ത ചേട്ടാ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ചേച്ചിക്ക് നല്ല പങ്കുണ്ടാവും അല്ലേ? അവർക്കാണല്ലോ അതിന്റെ പങ്ക്. അതെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര വർഷത്തിന് ശേഷവും വളരെ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമല്ല അത്, അങ്ങനെ തോന്നുന്നില്ല. അത് നിങ്ങൾ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലാവും. ഇത് ചേട്ടാ ക്രിസ്റ്റോ ആണ് നമ്മളെ. ക്രിസ്റ്റ സൂപ്പറാക്കി. കൊള്ളാല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമല്ലേ? അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റും, നമുക്ക് സന്തോഷം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക. എക്കോ സ്റ്റുഡിയോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ട് മറ്റൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരാം. അപ്പോൾ ചേട്ടാ ചേച്ചി ഒരു ബൈ പറഞ്ഞല്ലേ? ബൈ. ഹായ് ബൈ.